ഓം നമ ശിവായ. നാം ഇന്ന് പറയുന്നത് ജ്യോതിഷത്തിൻ്റെ 23ാമത്തെ വീഡിയോയെക്കുറിച്ചാണ്. ഇതിൽ നമുക്ക് വിജയദശമി അഥവാ വിജയദശമി ഏത് സമയത്താണ് വിജയദശമി നമ്മൾ ആചരിക്കേണ്ടത്, അതുപോലെ തന്നെ ആ ദശാസന്ധിയിലെല്ലാം തന്നെ എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിൽ അശ്വിനി മാസത്തിലെ ശുക്ലപക്ഷ ദശമിയിൽ ഏതൊരു ദിവസമാണോ 6 നാഴികയോളം ദശമി വരുന്നത് അതിനെയാണ് വിജയദശമി എന്ന് പറയുന്നത്. അപ്പോൾ ആ 6 നാഴികയും അതിൽ കൂടുതലുമുണ്ടെങ്കിലും വിജയദശമി എന്നാണ് പറയുന്നത്. 6 നാഴികയിൽ കുറഞ്ഞെന്നാൽ ആ ദിവസത്തിൻ്റെ തലേ ദിവസമാണ് വിജയദശമിയായിട്ട് എടുക്കേണ്ടത്. ആ വിജയദശമിയുടെ തലേ ദിവസം മഹാനവമിയായിട്ട് എടുക്കുന്നു. മഹാനവമി ദിവസം നമ്മൾ എഴുത്തിനിരുത്തുന്നത് മധ്യവുമായിട്ടാണ് കണക്കാക്കേണ്ടത്. അതുകൂടാതെ കൊണ്ട് തന്നെ ഇനി നമ്മൾ ഏതെല്ലാം നക്ഷത്രങ്ങളിലാണ് വിജയദശമി നമ്മൾ അഥവാ എഴുത്തിനിരുത്തേണ്ടത്. ആദ്രാജന്യോദിത അസ്തരാശസ്തത സപ്തോത്തരാദിശ. അപ്പോൾ എഴുത്തിനിരുത്തേണ്ട ആഴ്ചകളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ മുഖ്യമായിട്ടും പറയുന്നത് രോഹിണി മകയിരം തിരുവാതിര പുണർതം പൂയം ഉത്രം ഉത്രാട ഉത്രട്ടാതി, അതുകൂടാതെ തന്നെ തിരുവോണ അവിട്ടം ചതയം ചോതി അശ്വതി രേവതി, ഈ നാളുകളിലെല്ലാം തന്നെ ആണ് നമ്മൾ എഴുത്തിനെടുത്തേണ്ടത്. ഇനി അനധ്യായ വരദച്ച നവമീ കഴിച്ചിതേ നമ്മൾ നേരത്തെ പറഞ്ഞു മഹാനവമി എന്ന്. 2 പക്ഷത്തിലുമുള്ള നവമി, കറുത്ത പക്ഷത്തിലെയും വെളുത്ത പക്ഷത്തിലെയുമുള്ള നവമി നമ്മൾ മധ്യവുമായിട്ടാണ് എഴുത്തിനിരുത്തുവാൻ എടുക്കേണ്ടത്. അതുകൂടാതെ കൊണ്ട് തന്നെ വിദ്യാരംഭ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും അനാരംഭം വേണ്ടതാകയാൽ അന്നും സാധ്യായ ദിവസങ്ങളാണ്. വിദ്യാരംഭ ദിവസം എടുത്തു, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ കൂടണം. അതിനെ അനാരംഭം എന്നാണ് പറയുന്നത്. ആ അനാരംഭ ദിവസവും സാധ്യായ ദിവസങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇനി ഏതെല്ലാം ദിവസങ്ങളാണ് അനധ്യായങ്ങളായിട്ടുള്ള ദിവസങ്ങൾ? സപ്തമിയുടെ 4ാം പാദവും വരുന്ന ദിവസവും, അഷ്ടമിയുടെയും ത്രയോദശിയും ചതുർദശിയും വാവും പ്രതിപദവും വരുന്ന ദിവസവും അനധ്യായ ദിവസങ്ങളാണ്. അഷ്ടമിയുടെയും വാവ്, ചതുർദശി, സപ്തമിയുടെ 4ാം പാദം ഇവ വരുന്നത് അനധ്യായ ദിവസങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഇതുകൂടാതെ ഏതൊരു ദിവസം അസ്തമയത്തിന് മുൻപ്, അതിനെ അനധ്യായ ദിവസങ്ങളെക്കുറിച്ച് ഒന്നുകൂടി വിശദീകരിച്ച് പറയുമ്പോൾ, ഏതൊരു ദിവസമാണോ അസ്തമയത്തിന് മുൻപ് 1 നാഴികയെങ്കിലും മധ്യാഹ്നത്തിൽ ത്രയോദശി ഉണ്ടായിരുന്നാൽ ആ ദിവസവും, ഏതൊരു ദിവസമാണോ മധ്യാഹ്നത്തിൽ അഷ്ടമിയും പ്രതിപദവും വരുന്നത്, 1 നാഴികയെങ്കിലും അഷ്ടമിയും പ്രതിപദവും വരുന്നത്, ആ ദിവസവും അനധ്യായ ദിവസങ്ങളാണ് കണക്കാക്കേണ്ടത്. ഇനി ഇത് കൂടാതെ കൊണ്ട് തന്നെ ഏതെല്ലാം ദിവസങ്ങളിൽ ഏതെല്ലാം വയസ്സുകളിലാണ് കുട്ടികളെ എഴുത്തിനിരുത്തേണ്ടത്? 5 വയസ്സിലും 3 വയസ്സിലും എഴുത്തിനിരുത്തണം. 4 വയസ്സിലും 6 വയസ്സിലും എഴുത്തിനിരുത്തുന്നത് ദോഷകരമാണ്. അപ്പോൾ ഇനി ഇതുകൂടാതെ രാത്രിയെ 3ആക്കി ഭാഗിച്ചാൽ ആദ്യത്തെ 2 ഭാഗങ്ങൾക്കും കൂടി 20 നാഴികയൊഴിച്ച് ബാക്കിയുള്ള 10 നാഴികയെ
നമ്മൾക്ക് കൊള്ളാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പൂർവാന്യേ ചതുസ്തസ്യ മധ്യാന്യേത് വിശേഷത. പൂർവാഹ്നമെന്നും മധ്യാഹ്നമെന്നുമുണ്ട്. ഒരു ദിവസത്തെ ദിനമാനത്തെ 5 ഭാഗങ്ങളാക്കിയെന്നാൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിനെയാണ് പൂർവാഹ്നം എന്ന് പറയുന്നത്. ഒരു ദിവസത്തെ ദിനമാനത്തെ 5ആയി ഭാഗിച്ച് അതിൻ്റെ മൂന്നാമത്തെ ഭാഗത്തെ മധ്യാഹ്നം എന്ന് പറയുന്നു. ആ മധ്യാഹ്ന സമയവും പൂർവാഹ്ന സമയവും നമ്മൾക്ക് ഉത്തമങ്ങളാകുന്നു. ഇതുകൂടാതെ കൊണ്ട് തന്നെ ഏതെല്ലാം രാശി സമയങ്ങളിലാണ് നമ്മൾ വിദ്യാരംഭം കുറിക്കേണ്ടത്? ഇടവം, മീനം, ഇടവം, ചിങ്ങം, വൃശ്ചികം, കുംഭം, മീനം. ഇടവം, ചിങ്ങം, വൃശ്ചികം, കുംഭം, മീനം. ഈ രാശി സമയങ്ങളിൽ നമ്മൾ വിദ്യാരംഭം കുറിക്കുവാൻ പാടില്ല. ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? വൃശ്ചിക മാസമാണ് ഇത്. ആ വൃശ്ചിക മാസത്തിലെ ഇന്നത്തെ ദിവസം ഉദയം നോക്കുക. ഉദയം 6:15 ആ ഉദയത്തിനോട് കൂടി ആ വൃശ്ചിക രാശി സമയം കൂടി കൂട്ടുക. 1:15 വൃശ്ചിക രാശി സമയം. അപ്പോൾ 7:30 വരെയാണ് വൃശ്ചിക രാശിയിൽ ഉള്ള സമയം. അതിൽ അടുത്തത് 2 നാഴിക കൂടി കൂട്ടുക ധനു രാശിയിൽ. അപ്പോൾ 7 2 9 മണിവരെയാണ് ധനുരാശിയിലുള്ള സമയം. ഇനി അടുത്തത് 1:30 എന്ന് കൂട്ടുക. മകരം രാശിയിൽ 1:30 എന്ന് കൂട്ടുക. അപ്പോൾ 9 1 10:30 വരെയാണ് മകരം രാശിയിലെ സമയം. ഇങ്ങനെയാണ് ആ ഓരോ രാശി സമയങ്ങളിലും നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഇടവം, ചിങ്ങം, വൃശ്ചികം, കുംഭം, മീനം ഈ നാളുകളിൽ ഈ രാശി സമയങ്ങളിലൊന്നും തന്നെ എഴുത്തിനിരുത്തുന്നത് യോജ്യമല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടെന്നറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും